സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോഴുള്ളത് കർണാടകയിൽ ഹസൻ ജില്ലയിൽ ഹലേബീഡിലാണ്. ഹലേബീഡിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയുമായിട്ട് കണ്ട ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിൽ നിന്നും കേദാരേശ്വര ക്ഷേത്രത്തിലേക്കും പിന്നെ ഒരു 3 ജൈന ക്ഷേത്രങ്ങളുമുണ്ട്. ഇവയെല്ലാം 12, 13, 14 നൂറ്റാണ്ടുകളിലായിട്ട് ഹൊയ്സാല രാജാക്കന്മാർ പണിതാണ്. അത് കാണാനായിട്ട് പോവുകയാണ്. ഇത് ടൗണിൻ്റെ ഭാഗമാണ്. ഇത് എന്തോ റേഷൻ കടയോ സപ്ലൈക്കോയോ അതുപോലെ എന്തോ സംഭവമാണ് കർണാടകയിലെ. ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ഉണ്ട് നടക്കാനായിട്ട്. ഓട്ടോറിക്ഷയൊക്കെ കിട്ടും. പക്ഷെ ഇതൊരു തനി നാടൻ ഗ്രാമമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതൊക്കെ നടന്നു പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം സമയം 9:30 ആയിട്ടുണ്ട്. ഒരമണിക്കൂർ കൊണ്ട് അങ്ങ് ചെല്ലുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പഴയ കാളവണ്ടികൾ പോലത്തെ സംഭവമൊക്കെയാണ് ഇതൊക്കെ. ഈ വേലിക്ക് അപ്പുറത്ത് കാണുന്നത് ആണ് ജൈന ക്ഷേത്രങ്ങൾ. ഞാൻ പറഞ്ഞ 3 ജൈന ക്ഷേത്രങ്ങൾ. അത് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് കാണാം. അപ്പോൾ ആദ്യമേ പ്രധാനമായിട്ട് ഇവിടെ കാണാനുള്ളത് ഈ കേദാരേശ്വര ക്ഷേത്രം ആയതുകൊണ്ട് അത് കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ എല്ലാം നിറച്ച് കന്നുകാലി വളർത്തലും കൃഷിയൊക്കെയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വഴിയെല്ലാം ടാർ ചെയ്ത വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ചെളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇന്നലെ നല്ല തകർപ്പൻ മഴയായിരുന്നു. അതുകൊണ്ടാണ് വഴിയിലെല്ലാം നിറച്ച് ചേറും ചെളിയെല്ലാം ഉണ്ട്. 2 സൈഡിലും കൃഷിയാണ്. ചോളവും ഇഞ്ചിയും കരിമ്പും എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലേക്കാട്ടിൽ കൂടുതൽ തെങ്ങും ഇവിടെയുണ്ട്. വലത് സൈഡിൽ അങ്ങ് ദൂരെയായിട്ട് അമ്പലം പോലെ എന്തോ ഒരു സംഭവം കാണാം. പെയിൻ്റൊക്കെ അടിച്ച് ഭയങ്കര സെറ്റപ്പിലുള്ള എന്തോ ഒരു സംഭവമാണ്. നിങ്ങൾക്ക് കാണാമെന്നറിയാമല്ല. ഈ നേരെ കാണുന്നതാണ് നമ്മുടെ കേദാരേശ്വര ക്ഷേത്രം തോന്നുന്നു. ഹൊയ്സാല രാജാവായിരുന്ന വീരബല്ലല സെക്കൻഡും അദ്ദേഹത്തിൻ്റെ പത്നിയും റാണിയുമായിരുന്ന കേതളാദേവിയും ചേർന്ന് പണി കഴിപ്പിച്ചതാണ് ഈ കേദാരേശ്വര ക്ഷേത്രം. ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശിവനെ കൂടാതെ വേറെ 2 പ്രതിഷ്ഠകളും കൂടി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ശരിക്കുള്ള ശ്രീകോവിലില്ലാത്ത ഈ ബിംബപ്രതിഷ്ഠകളെല്ലാം നശിപ്പിക്കപ്പെട്ടു. (1173) മുതൽ 1220 വരെയുള്ള കാലഘട്ടമായിരുന്നു വീരബല്ലല സെക്കൻഡിൻ്റെ ഭരണകാലഘട്ടം. അതിൽ 1200-കൾക്ക് ശേഷമാണ്, അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ആളൊന്നുമില്ല. ജൂണിൽ മഴയൊക്കെ ഉള്ള സമയത്ത് പൊതുവെ സന്ദർശകരൊക്കെ കുറവായിരിക്കും. ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്. കുറച്ച് ആൾക്കാരെന്തോ ഒരു ഫാമിലിയോ മറ്റോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വലിയൊരു ആലൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. മൊത്തത്തിൽ ഇവിടെ നല്ല ഒരു എന്നാ പറയുക, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള അന്തരീക്ഷമാണ്. വളരെ നമുക്ക് മനസ്സിനൊരു സുഖം തരുന്ന അന്തരീക്ഷമാണ്. നമ്മളിത് ഇതിൻ്റെ വാതിലിൻ്റെ അകത്തൂടെ കോമ്പൗണ്ടിൻ്റെ അകത്തോട്ട് കയറുവാണ് ക്ഷേത്രത്തിൻ്റെ. ഈ കാണുന്നതാണ് നമ്മുടെ കേദാരേശ്വര ക്ഷേത്രം. നമ്മൾ ഹൊയ്സാലേശ്വര ക്ഷേത്രം കണ്ട പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇതും. അതുപോലെ തന്നെ ഈ ഹൊയ്സാലന്മാരുടെ എല്ലാ ക്ഷേത്രങ്ങളും അതെ ഒരു 6 അടി 7 അടി പൊക്കമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു തറയിലാണ് പണിതിരിക്കുന്നത്. അതിവരുടെ ഒരു യുണീക്ക് സ്റ്റൈലാണ് എല്ലാ സ്ഥലത്തും. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ക്ഷേത്രത്തിന് മുൻവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫലകമാണ്. ഇംഗ്ലീഷിലും കന്നഡയിലുമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ കേദാരേശ്വര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് വന്നു. ഈ കാണുന്ന ഇതുപോലെയുള്ള ഉയർത്തിക്കെട്ടിയ തറയ്ക്ക് പറയുന്ന പേര് ജഗതി എന്നാണ്. ഡൽഹി സുൽത്താനേറ്റിലെ ഖിൽജി അതുപോലെ തന്നെ തുഗ്ലക്ക് ഭരണാധികാരികളുടെ കാലത്ത് ഉണ്ടായിട്ടുള്ള പടയോട്ടത്തിൽ പ്രധാനമായിട്ടും മാലിക് കഫൂർ, അലാവുദ്ദീൻ ഖിൽജിയുടെ സൈനിക മേധാവിയായിരുന്ന മാലിക് കഫൂറിൻ്റെ പടയോട്ടത്തിലാണ് ഈ ക്ഷേത്രവും ബേലൂരിലെ ക്ഷേത്രവും ഹലേബീഡിലെ മുമ്പേ നമ്മൾ കണ്ട ഹൊയ്സാല ക്ഷേത്രവും എല്ലാം കൊള്ളയടിക്കപ്പെട്ടതും നശിപ്പിക്കപ്പെട്ടതും. ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമാണിത്. അകത്തോട്ട് കയറാനുള്ളത് ഇത് പൂട്ടിയിട്ടേക്കുമാണ്.
കമ്പി കൊണ്ടുള്ള ഒരു വാതിലൊക്കെ ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് അകത്തോട്ട് കയറാൻ പറ്റുകയില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ കുറച്ച് അപകടാവസ്ഥയിലാണ് ഈ ക്ഷേത്രം എന്നാണ്. അതുകൊണ്ടാണ് അത് പൂട്ടിയിട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ പൊട്ടിയും പൊളിഞ്ഞും ഒക്കെ ഇരിപ്പുണ്ട്. ഇപ്പോഴും ഇതിൻ്റെയൊക്കെ റീകൺസ്ട്രക്ഷൻ പരിപാടികളൊക്കെ ആർക്കിയോളജിക്കൽ സർവേ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ മുകളിലും വലിയൊരു വിമാനം അഥവാ ഒരു വലിയ ഗോപുരം ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഈ മാലിക് കഫൂറിൻ്റെ പടയോട്ട കാലഘട്ടത്തിലും ഒക്കെ ആയിട്ട് നശിപ്പിക്കപ്പെട്ടതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല, നമ്മൾ കണ്ട ഹോയ്സാല ക്ഷേത്രങ്ങൾക്കെല്ലാം ഇതുപോലെ മുകളിൽ വിമാനം എന്നാണ് അതിന് പറയുന്നത്. ആ ഗോപുരം ഉണ്ടായിരുന്നതാണ്, അതെല്ലാം നശിപ്പിക്കപ്പെട്ടു പോയതാണ്. നമ്മൾ രാവിലെ കണ്ട ഹോയ്സാലേശ്വര ക്ഷേത്രത്തിനേക്കാളും കുറച്ചും കൂടെ ചെറുതാണ് ഈ കേദാരേശ്വര ക്ഷേത്രം. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഹോയ്സാലേശ്വര ക്ഷേത്രം പോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. അതിൻ്റെ അതേ മോഡലിലാണ് ഈ ക്ഷേത്രവും പണിയിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഈ തറഭാഗത്തുള്ള ശില്പങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും താഴത്തെ നിരയിൽ മുഴുവനും ആനകൾ അല്ലെങ്കിൽ ആനപ്പടയാളികളുടെ നിരയാണ്. യുദ്ധത്തിന് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിലെ ഈ ശില്പങ്ങൾ. അതിൻ്റെ തൊട്ട് മുകളിൽ കുതിരപ്പടയാളികളും അതിൻ്റെ മുകളിൽ വെറുതെ സിമ്പിളായിട്ടൊരു ഡിസൈൻ കൊത്തിയിരിക്കുകയാണ്. ആ ഡിസൈനിൻ്റെ തൊട്ട് മുകളിൽ കാണുന്നത് സിംഹങ്ങളുടെയോ കടുവകളുടെയോ മറ്റോ ഒരു നിരയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോയ്സാലന്മാരുടെ രാജചിഹ്നം എന്ന് പറയുന്നത് സിംഹവുമായിട്ട് യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കുത്താനായിട്ട് നിൽക്കുന്ന ഒരു പടയാളിയുടെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം സിംഹങ്ങളുടെ ഒരു നിര ഇങ്ങനെ കാണുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ തേരിൽ യുദ്ധം ചെയ്യുന്ന പടയാളികളും കാലാൾ പടയാളികളുമാണ്. അതിൻ്റെ മുകളിൽ വീണ്ടും ആനകളുടെ ഒരു നിരയാണ്. ആനകളുടെ നിരയുടെ മുകളിൽ വീണ്ടും കാണുന്നത് ഹംസങ്ങളുടെ അല്ലെങ്കിൽ അരയന്നങ്ങളുടെ നിരയാണ്. അതിൻ്റെ തൊട്ട് മുകളിൽ വലിയ ശില്പങ്ങളാണ് ദേവീ ദേവന്മാരുടെയും മറ്റുമൊക്കെ. ഏതാണ്ട് 35,000-ഓളം ചെറുതും വലുതുമായിട്ടുള്ള ശില്പങ്ങൾ ഈ കേദാരേശ്വര ക്ഷേത്രത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആർക്കിയോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ഹോയ്സാലേശ്വര ക്ഷേത്രത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ശില്പങ്ങളും മറ്റും ഉള്ളത് ഈ കേദാരേശ്വര ക്ഷേത്രത്തിലാണെന്നാണ്. 14-ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആക്രമണത്തോടുകൂടി വിസ്മൃതിയിലാണ്ടുപോയ ഹോയ്സാല രാജവംശം പണി കഴിപ്പിച്ച ഈ ക്ഷേത്രങ്ങൾ കണ്ടെടുക്കുകയും അത് പുനരുജ്ജീവിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആദ്യമായിട്ട് നടത്തുകയും ചെയ്തത് 1800-കളിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ്. ഈ ക്ഷേത്രത്തിന് ചുറ്റും ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ 2-ാമത്തെയോ 3-ാമത്തെയോ പ്രദക്ഷിണമാണ് വെക്കുന്നത്. ഇത് ശിവപാർവതിമാരാണ് ഈ ശില്പത്തിൽ കാണുന്നത്. ഇത് ഡാൻസ് ചെയ്യുന്ന ശിവനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതൊരു വീണ് കിടക്കുന്ന പടയാളിയാണ്, കാവൽ പടയാളി. സൂര്യൻ തേര് തെളിക്കുന്നു എന്നുള്ള സങ്കല്പത്തിലുള്ള ഒരു ശില്പമാണെന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിലോട്ടുള്ള ഭാഗമൊക്കെ തകർന്നു പോയേക്കുവാണ്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതിലെ ഈ സ്റ്റെപ്പ് കയറിയിട്ട് നേരെ മുമ്പിൽ കാണുന്ന വാതിലിൻ്റെ അവിടെ കമ്പിവല ഇട്ടേക്കുവാണ് ഒരു ഡോറ്. അതിൻ്റെ അകത്തോടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ശിവലിംഗമൊക്കെ അങ്ങ് ദൂരെയായിട്ട് കാണാം. യഥാർത്ഥത്തിലുള്ള ശിവലിംഗമൊക്കെ പണ്ടേ നശിപ്പിക്കപ്പെട്ടു. അത് പിന്നീട് ഏതോ കാലത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട ചെറിയൊരു ശിവലിംഗമാണ്. കിഴക്കോട്ട് ദർശനമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് മൊത്തത്തിൽ ഇടത് ഭാഗത്തോട്ടൊരു ശകലം ചെരിവുണ്ട്. കാലപ്പഴക്കം കൊണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. 14-ാം നൂറ്റാണ്ടിൽ വീരബെല്ലല തേടിൻ്റെ കാലഘട്ടത്തിലാണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആക്രമണം കർണാടകയിലെ ഹോയ്സാല എംപയറിന് മേലുണ്ടായതും ഈ കാണുന്ന ക്ഷേത്രങ്ങളും ഇതുപോലുള്ള മറ്റ് പല ക്ഷേത്രങ്ങളും നശിപ്പിക്കപ്പെട്ടതും. 11-ാം നൂറ്റാണ്ട് അഥവാ 1000 AD മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ആയിട്ട് ഹോയ്സാലന്മാർ ഏതാണ്ട് 1500-ഓളം ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചു. അതിൽ ഒരു 300 എണ്ണം മാത്രമേ ഇന്ന് സർവൈവ് ചെയ്തിട്ടുള്ളൂ ഈ ആക്രമണങ്ങളെയൊക്കെ. അതിൽ തന്നെ വളരെ കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ ഇതുപോലെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുകയും അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ഒക്കെ ചെയ്യപ്പെട്ടതായിട്ടുള്ളൂ.
അതിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ബേലൂര് ക്ഷേത്രം. പിന്നെ ഒരുമാതിരി കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളാണ് ഹലേബീഡിലെ ക്ഷേത്രങ്ങൾ. ലോകത്താകമാനം തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള 3 ക്ഷേത്രങ്ങളാണിത്. ധാരാളം വിദേശികൾ ഉൾപ്പെടെ ഇവിടെയെല്ലാം സന്ദർശനത്തിന് വരുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ഈ ഹലേബീഡിനെ കുറിച്ചും ബേലൂരിനെ കുറിച്ചും ഒക്കെ വേണ്ടത്ര ധാരണയില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ തന്നെ ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ ക്ഷേത്രങ്ങളെക്കുറിച്ച് അറിഞ്ഞത്. കാര്യം ശരിയാ, ഖജുരാഹോയും തഞ്ചാവൂരും ഒക്കെ നമ്മൾക്ക് അറിയാമായിരുന്നു. എങ്കിലും അതുപോലെ തന്നെയുള്ള ഒരു ക്ഷേത്രമായിട്ടുള്ള നമ്മുടെ കേരളത്തിന് തൊട്ടടുത്തിട്ടുള്ള ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വരെ എനിക്ക് ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞതും ഇങ്ങോട്ട് വരാനത് കാരണമായതും. നമ്മൾ മുമ്പേ ഈ തറഭാഗത്ത് കണ്ട ഇതിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ശില്പങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇത് കണ്ട് ഇതെന്തോ ഒരു വിചിത്ര ജീവിയാണ് ഈ അരണ്യങ്ങളുടെ തൊട്ട് താഴെ കാണുന്നത്. എന്താണെന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. 4 കാലുള്ളതാണ്, എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിയാണ്, അറിയാൻ മേല. അതുപോലെ തന്നെ ഈ അരണ്യങ്ങളുടെ മുകളിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്ന രീതിയിലുള്ളൊരു ശില്പമാണ്. അതിൻ്റെ മുകളിൽ ആ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്ത് ഹോയ്സാലരുടെ രാജചിഹ്നമായിട്ടുള്ള സിംഹത്തിനെയാണ് കാണുന്നത്. അതിൻ്റെ മുകളിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന പടയാളികളുടെയും അവർ കാഹളം മുഴക്കുന്നതിൻ്റെയും ഒക്കെ ശില്പങ്ങളാണ്. അവിടെ ആയിട്ട് ഇടയ്ക്ക് ചില രതിശില്പങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഇപ്പുറത്ത് ഈ വലിയ ശില്പങ്ങൾ കാണുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വരാഹമാണ്. അതിൻ്റെ അപ്പുറേ ഇപ്പുറേ ആയിട്ടുള്ളത് വിഷ്ണുവിൻ്റെ തന്നെ അവതാരങ്ങളോ അല്ലെങ്കിൽ മറ്റ് ദേവതകളോ ഒക്കെയാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് എനിക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈ ഹോളുകൾ കാണുന്നത് അതൊരു ഡിസൈൻ പോലെയാണ് തോന്നുന്നത്, പക്ഷെ അത് ഹോളുകളാണ്, അത് വെന്റിലേഷനുകളാണ്. ഈ ക്ഷേത്രത്തിനകത്ത് വെളിച്ചവും വായുവും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു സംവിധാനമാണ്. കണ്ടു കഴിഞ്ഞാൽ ഡിസൈനാണെന്ന് തോന്നും, പക്ഷേ ശരിക്കും വെന്റിലേഷനുകളാണ്. ഈ കേദാരേശ്വര ക്ഷേത്രത്തിലോട്ട് ഞാൻ നോക്കിയിട്ട് വളരെ കുറച്ച് ആൾക്കാർ വരുന്നുള്ളൂ. ഹോയ്സാലേശ്വര ക്ഷേത്രത്തിൽ വരുന്നതിൻ്റെ ഒരു 10% ആൾക്കാർ പോലും അവിടുന്ന് ഇങ്ങോട്ട് വരുന്നില്ല. അതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം അവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയാൻ തക്ക യാതൊരു വിവരങ്ങളും ഈ ഹോയ്സാലേശ്വര ക്ഷേത്രത്തിൻ്റെ അവിടെ വെച്ചിട്ടില്ല. ഒരു ആരോ മാർക്കോ അല്ലെങ്കിൽ ഒരു സൈൻ ബോർഡോ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇപ്പം ഞാൻ വന്ന പോലെ ഇങ്ങനെ വരുവുള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഇവിടെ വളരെ കുറച്ച് 1-2 ഫാമിലികൾ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ കണ്ടിട്ടുള്ളത്. അതും ഇവിടെ ലോക്കൽസ് ആയിട്ടുള്ള കർണാടകക്കാരാണ്. പിന്നെ ടാക്സിക്കാർ ചില ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ടാക്സിയിൽ പാക്കേജായിട്ട് ഓട്ടം വരുന്ന ആൾക്കാർ. നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആ സ്റ്റെപ്പ് കയറി മുമ്പിലോട്ട് കയറി ക്ഷേത്രത്തിൻ്റെ അകഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഗ്രില്ലിനിടയിൽ കൂടെ ഞാൻ ക്യാമറ വെച്ച് എടുക്കുന്നതാണ്. അങ്ങനെ ദൂരെയായിട്ട് ആ വാതിൽ പോലെ കാണുന്നതാണ് ശ്രീകോവിൽ. ഒന്ന് സൂം ചെയ്ത് നോക്കാം കാണാൻ പറ്റുമെന്ന്. ഇതിൻ്റെ അകത്ത് നല്ല ഇരുട്ടാണ്. തൂണുകളൊക്കെ നല്ല ഹൈലി പോളിഷ്ഡ് ആയിട്ടുള്ള തൂണുകളാണ്. വലിയ ഡിസൈനുകൾ ഉണ്ടെന്നുള്ളേ ഉള്ളൂ. മറ്റേ ശില്പങ്ങളൊക്കെ തൂണുകളിൽ കാണുന്നില്ല. നമുക്ക് നേരെ കാണുന്നത് ശിവലിംഗമാണ് ഈ ശ്രീകോവിലിനകത്തുള്ള. ഇത് ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രതിഷ്ഠയല്ല. ആ പീഠത്തിന് മുകളിൽ കാണുന്ന ചെറിയ ശിവലിംഗം പിന്നീട് സ്ഥാപിച്ചതാണ്. അത് 14-ാം നൂറ്റാണ്ടിൽ അതൊക്കെ തകർക്കപ്പെട്ടു, അതൊക്കെ എടുത്ത് നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം പിന്നീട് എപ്പോഴോ പ്രതിഷ്ഠിച്ച ചെറിയൊരു ശിവലിംഗമാണിത്. ഇതിൻ്റെ അപ്പുറത്ത് വേറെ 2 പ്രതിഷ്ഠകളും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് കാണണമെങ്കിൽ ഉള്ളിൽ കയറിയെങ്കിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെ പ്രതിഷ്ഠയാണെന്നുള്ളതിനെക്കുറിച്ചും എനിക്ക് കൃത്യമായിട്ട് അറിയാൻ മേല. ശിവനാണോ അതോ വേറെ ഏതെങ്കിലും ദേവതകളാണോ എന്നുള്ളത് അറിയാൻ വയ്യ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ആൾക്കാർക്ക് പബ്ലിക്കിന് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് തുറന്നു കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. ഒന്നുകിൽ ഇവിടെ എന്തെങ്കിലും ഈ റെനോവേഷൻ പരിപാടികൾ നടക്കുന്നതുകൊണ്ടോ മറ്റോ ആയിരിക്കണം ഇത് തുറന്നു കൊടുക്കാത്തത്. അതായത് ഉള്ളിലും ധാരാളം കൊത്തുപണികളൊക്കെ ഉണ്ട്, സീലിങ്ങിലും തൂണുകളിലും ഒക്കെ. നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇവിടെ നിന്ന് നോക്കിയിട്ട്. വലിയൊരു ഹാളാണ്. ഈ ഹാളിൻ്റെ മധ്യഭാഗത്ത് ആ തൂണിൻ്റെ ആ മുമ്പിൽ കാണുന്ന തൂണിൻ്റെ അവിടെയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വലത്തോട്ടും ഇടത്തോട്ടും ചെറിയ ഇടനാഴി പോലെ ഉണ്ട്. അതിലെ ഒരു പാസേജ് പോലെ അതിലേ കൂടെ അങ്ങ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ വേറെ ഒരു ശ്രീകോവിലിൻ്റെ വേറെ 2 ശ്രീകോവിലിൽ അങ്ങോട്ടും കൂടെ എത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
അവിടെയായിരിക്കണം മറ്റു പ്രതിഷ്ഠകൾ ഉണ്ടെന്നുള്ളത്. ഏതായാലും നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുകയില്ലാത്തതുകൊണ്ട് അത് കാണാൻ പറ്റുകയില്ല. ക്ഷേത്രത്തിനകത്തെ കാഴ്ചകൾ നമുക്ക് ഇത്രേ കാണാൻ പറ്റുള്ളൂ ഈ കേദാരേശ്വര ക്ഷേത്രത്തിൻ്റെ അകത്തുനിന്നുള്ളത്. പിന്നെ ഞാൻ വീണ്ടും വെളിയിലോട്ടിറങ്ങി നടക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഉയർത്തിക്കെട്ടിയ ഈ 5-6 അടി പൊക്കമുള്ള ഉയർത്തിക്കെട്ടിയ തറയ്ക്ക് ജഗതി എന്നാണ് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു. അപ്പോൾ ആ തറയിൽ കൂടെ ഒന്നുകൂടെ പ്രദക്ഷിണം വെക്കുവാണ്. ഈ നിറം മാറി കാണുന്ന കൊത്തുപണികളില്ലാത്ത കല്ലുകൾ തകർന്നു പോയ സ്ഥലങ്ങളിൽ ആർക്കിയോളജിക്കൽ സർവേയുടെ റെനോവേഷൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ച കല്ലുകളാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം ഇതിൽ കൊത്തുപണികളൊന്നും ഇല്ലാത്തതും ഈ കല്ലിൻ്റെ കളറിന് ഇത്ര വ്യത്യാസം വന്നിരിക്കുന്നത്. 2 നിലയുള്ള ഒരു ക്ഷേത്രമാണെന്നാണ് ഒറ്റ നോട്ടത്തിൽ ഇത് കണ്ടാൽ തോന്നുകയുള്ളൂ. ഇവിടുത്തെ അതുപോലെ തന്നെ ഹോയ്സാലേശ്വരയിലും അതുപോലെ തന്നെയാണ് 2 നിലയുള്ള ക്ഷേത്രമാണെന്നേ തോന്നുള്ളൂ. ഒറ്റ നിലയേ ഉള്ളൂ എങ്കിൽ പോലും ആ രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിലുള്ള ഈ വലിയ ശില്പങ്ങൾ ഇത് ദേവീദേവന്മാരെ കൂടാതെ നൃത്തം ചെയ്യുന്ന അപ്സരസുകളുടെയും ഒക്കെ ശില്പങ്ങളും ഇവിടെ കാണുന്നുണ്ട്. നന്ദിയുടെ മുകളിലിരിക്കുന്ന ശിവപാർവതിമാരെയാണ് ഈ വലതുഭാഗത്ത് കാണുന്ന ശില്പം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നൃത്തം ചെയ്യുന്ന ഒരു അപ്സരസാണ്. നൃത്തം ചെയ്യുന്ന അപ്സരസുകളിലെ ശില്പങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ പച്ചപ്പുല്ല് ഇതിന് ചുറ്റുമായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഈ ലോണ് അല്ലെങ്കിൽ ഈ പൂന്തോട്ടം ഇത് ഈ ക്ഷേത്രത്തിൻ്റെ മാറ്റ് ഇരട്ടിയാക്കി കൂട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ക്ഷേത്രത്തിലോട്ട് കയറിയ വാതിലാണ് ഈ കാണുന്നത്. നക്ഷത്ര ആകൃതിയിൽ പണിതിരിക്കുന്ന ഈ ക്ഷേത്രം ഒരു അത്ഭുത സൃഷ്ടി തന്നെയെന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഹോയ്സാല രാജവംശത്തിൻ്റെ ആദ്യത്തെ തലസ്ഥാനം ബേലൂരും രണ്ടാമത്തെ തലസ്ഥാനം നമ്മളിപ്പം ഉള്ള ഈ ഹലേബീഡുമാണെന്ന്. അതുപോലെ തന്നെ ഈ ഹോയ്സാലരുടെ രാജകൊട്ടാരം നമ്മളിപ്പം നിൽക്കുന്ന ഈ കേദാരേശ്വര ക്ഷേത്രത്തിൻ്റെ തൊട്ട് സമീപത്തായിട്ട് തന്നെയായിരുന്നു ഒരു കാലത്ത് പ്രൗഢിയോടെ നിലനിന്നിരുന്നത്. അത് പിന്നീട് 14-ാം നൂറ്റാണ്ടിൽ വീരബല്ലല 3ൻ്റെ കാലഘട്ടത്തിൽ മാലിക് കഫൂറിൻ്റെയും മറ്റ് ഡൽഹി സുൽത്താനേറ്റിലെ സുൽത്താൻമാരുടെ പടയോട്ടത്തിൻ്റെ സമയത്തുമായിട്ട് നാമാവശേഷമാക്കി കളഞ്ഞു. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ടെന്നാണ് അറിഞ്ഞത്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, കാണാൻ മാത്രമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നാണ് അറിഞ്ഞത്. ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു നല്ല വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ആ നക്ഷത്ര ആകൃതിയൊക്കെ കുറച്ചൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാകും. ശരിക്കും പരിപൂർണമായിട്ടും ഇതിൻ്റെ ആ നക്ഷത്ര ആകൃതിയൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഡ്രോണ് വല്ലതും ഉപയോഗിച്ച് നല്ല ഹൈറ്റിൽ നിന്നൊരു വീഡിയോയോ ഫോട്ടോയോ ഒക്കെ എടുക്കേണ്ടി വരും. ഈ ക്ഷേത്ര അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, അത്രയ്ക്ക് സൂപ്പറാണ്. നമുക്ക് എല്ലാ തരത്തിലും മനസ്സിന് വളരെ ശാന്തതയും ഒക്കെ കിട്ടുന്ന, വേണമെങ്കിൽ ഇരുന്ന് ധ്യാനിക്കുകയോ മെഡിറ്റേഷൻ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ സൂപ്പറായിട്ടുള്ളൊരു ചുറ്റുപാടുകളാണ് ഈ ക്ഷേത്രത്തിൽ പരിസരത്തും ഉള്ളത്. അത് എത്ര ഞാൻ മുമ്പേ പറഞ്ഞാണ്, എന്നാൽ എനിക്ക് വീണ്ടും വീണ്ടും പറയാതിരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും അടിപൊളിയാണ്.
ഹോയ്സാലരുടെ മറ്റൊരു മനോഹര സൃഷ്ടിയായിട്ടുള്ള ഈ കേദാരീശ്വര ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് മടങ്ങാൻ സമയമായി. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായി. നമ്മൾ ഈ കാണുന്ന എൻട്രൻസിൻ്റെ അകത്തൂടെ അതൊക്കെ വെളിയിലോട്ട് ഇറങ്ങാൻ പോവാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ജൈന ക്ഷേത്രങ്ങളും നമുക്ക് കാണാം. ഈ കാണുന്ന ചുവന്ന ബോർഡ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രൊട്ടക്ഷൻ നോട്ടീസാണ്. ഇതൊരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആണ്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ എത്തുന്ന സന്ദർശകർ ഈ മോണുമെൻറ്റിന് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടരുത് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ബോർഡുകളൊക്കെ നമ്മൾ എല്ലാ സ്ഥലത്തും കാണാറുണ്ട്. പക്ഷേ വരുന്ന ആൾക്കാരിൽ ചിലരെങ്കിലുമൊക്കെ ഇതൊന്നും കാര്യമാക്കാതെ മോശമായ പല കാര്യങ്ങളും അവിടെ ചെയ്യാറുണ്ട്. എന്തായാലും ഇവിടെ അങ്ങനെയുള്ളതൊന്നും കാണാൻ സാധിച്ചില്ല. ഭാഗ്യത്തിന് നല്ല രീതിയിൽ ഈ ക്ഷേത്രവും പരിസരവും കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നിറച്ച് വള്ളികളൊക്കെ തൂങ്ങിക്കിടക്കുന്ന വലിയൊരു ആലാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഹോയ്സാലരുടെ മനോഹര സൃഷ്ടിയായിട്ടുള്ള ഈ കേദാരീശ്വര ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ യാത്രയാവുകയാണ്. ഈ കാണുന്ന വഴിയിലൂടെ കഷ്ടിച്ചൊരു 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ട ജൈന ക്ഷേത്രങ്ങളിൽ എത്തും. അത് ഞാൻ വിചാരിക്കുന്ന അടുത്ത ഭാഗത്തിൽ കാണിക്കാമെന്നാണ്. ഈ ഭാഗം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.